ഉണ്ണി ഉണ്ണി ഡാ എന്റെ ടിക്കറ്റ് നാളെ തന്നെ ഓക്കെ ആക്കണം. എനിക്ക് നാളെ പോണം. ഞാൻ പറഞ്ഞ നീ കേട്ടില്ലേ? അങ്ങനെ ചെയ്യാം. അല്ല മോനെ, നീ നാളെ തന്നെ പോവാന്ന് പറയുമ്പോ കുഞ്ഞിന്റെ കാര്യം എങ്ങനാ? നീ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾക്കൊക്കെ ആയിരുന്നല്ലോ പ്രസവിപ്പിക്കാനും വളർത്താനും ഒക്കെ ധൃതി. അപ്പൊ നിങ്ങളൊക്കെ കൂടി അങ്ങ് തീരുമാനിച്ചാ മതി. എന്താടാ? അത് ഒന്നുമില്ല ചായ. എന്താ ശ്വേത, എന്താ കാര്യം? അത് ഇന്നലെ പറഞ്ഞല്ലേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ലാന്ന്. ചോദിക്കുന്നത് തെറ്റാണെ ക്ഷമിക്കണം. അങ്ങനെയാണെ ഞങ്ങൾ വളർത്തിക്കോട്ടെ അവളെ, ഞങ്ങളുടെ മോളായിട്ട്. ഈ ചായൻ ശരിക്കും ആലോചിച്ചൊരു ഉത്തരം പറഞ്ഞാൽ മതി. അങ്ങനെ പെട്ടെന്നെടുക്കാവുന്ന ഒരു തീരുമാനമല്ലല്ലോ അത്. അവളെ അവർക്ക് കൊടുക്കാൻ എനിക്കങ്ങനെ ഏറെയൊന്നും ആലോചിക്കാനില്ലായിരുന്നു. നാട്ടിലെത്തിപ്പിറ്റേന്ന് തന്നെ ഞാൻ ഉണ്ണിയെ വിളിച്ചെൻ്റെ സമ്മതം അറിയിച്ചു. അന്നത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ എമിയുടെ ജീവനെടുത്ത് വന്ന ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയായിരുന്നു എനിക്ക് ആ കുഞ്ഞ്. പക്ഷെ ഇന്ന് ചെയ്തു പോയ വലിയ തെറ്റിനെ ഓർത്ത് ഞാൻ എന്നോട് തന്നെ ഓരോ ദിവസവും കുമ്പസരിക്കുക. സറിയക്ക് ഉള്ളിൽ ആ കുറ്റബോധം ഉള്ളതുകൊണ്ടായിരിക്കാം എൻ്റെ കുഞ്ഞിനെന്താ സംഭവിച്ചെന്ന് പോലും എനിക്കിവിടെ ആരോടും ധൈര്യമായിട്ട് ചോദിക്കാൻ കഴിയുന്നില്ല. പക്ഷെ എനിക്കറിയണം അവൾ ജീവനോടുണ്ടോ ഇല്ലയോ എന്നെങ്കിൽ. ഈ ചായ, ഞങ്ങൾ ഇന്നു മുതൽ ഡ്യൂട്ടിക്ക് കയറാമെന്ന് വിചാരിക്കുക. അങ്ങനെ അധിക ദിവസം ലീവ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നൊരു ചേഞ്ചും ആവേ. ആ, അത് നന്നായി. അപ്പോൾ എങ്ങനെയാ ചായൻ്റെ പ്ലാൻസ്? ഐ മീൻ മടക്കം. ഞാൻ അങ്ങനൊന്നും തീരുമാനിച്ചിട്ടില്ല, പ്രത്യേകിച്ച് നിങ്ങളെ ഇങ്ങനൊരവസ്ഥയിൽ വിട്ടിട്ട്. വരട്ടെ, സമയമുണ്ടല്ലോ. ഇതിൽ കൂടുതൽ എങ്ങനെ? നീ എണീക്കണ്ട, ഞാൻ നോക്കാം. Mr. and Mrs. Poten? Please be seated. We
understand this is a very tough time for you, but we appreciate if you'd answer a few questions for us. പ്ലീസ് ഗോ ഹെഡ്. Mrs. Potton, we would like you to go through this list and tell us if your daughter has any friends or acquaintances that we are yet to know about. ഷോ. വാട്ട് അബൌട്ട് ദ വാൻ? Excuse me? The van in which they took her. Have you found it? And you are? That's Adam, my brother. Mr. Adam, this is a police investigation in progress. We will let you know as soon as we know the whereabouts of the vehicle. Is that a no, man? ഇച്ചായ പ്ലീസ്, ഐം സോറി. നീ എന്തിനാ നീ പേടിക്കുന്നത്? സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും ഇവരിപ്പോഴും 7 വയസ്സുള്ള കുഞ്ഞിന്റെ കൂട്ടുകാരെ അന്വേഷിച്ച് നടക്കുക. You still haven't answered my question. Right. Mr. and Mrs. Potton, we're thoroughly within our rights to have you summoned down to the police station for this. Thought we played the Good Samaritan, but obviously, this isn't working out well. 10 a.m. tomorrow at the North Bank Police Station, and this time for your sake. I hope you do not have company. ഇച്ചായൻ അവരോട് ഈ പെരുമാറി തൊട്ടും ശരിയായില്ല. നാളെ ഞങ്ങളാ ഇതിന്റെ പേര് ബുദ്ധിമുട്ടാൻ പോകുന്നത്. എടാ, നീ കേട്ടില്ലേ അവർ ഓരോ ചോദ്യങ്ങൾ? അവരെപ്പോഴും കുഞ്ഞിന്റെ അതൊക്കെ ഇച്ചായന്റെ തോന്നല. നമ്മുടെ നാട്ടിലെ പോലീസ് ഫോളോ ചെയ്യുന്ന സിസ്റ്റം അല്ല ഇവിടുത്തെ പോലീസിൻ്റെത്. ഇച്ചായൻ ആദ്യം മനസ്സിലാക്കാം. പിന്നെ അവര് ഞങ്ങളെ കാണാൻ ഇവിടെ വന്നത്. അവിടെ കയറി അഭിപ്രായം പറയാൻ പോയിട്ട് ഈ റൂമിൽ ഇച്ചായന്റെ പ്രസൻസ് പോലും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. സത്യത്തിൽ ഇച്ചായനോടുള്ള ഞങ്ങൾക്കിപ്പോ ആശ്വാസത്തേക്കാൾ കൂടുതൽ ടെൻഷനും പ്രഷറും തരുന്നത്. ഞങ്ങൾ ഇതൊക്കെ ഏതാണ്ട് മനഃപൂർവ്വം ചെയ്ത പോലെയാ. ചില സമയത്ത് ഇച്ചായന്റെ നോട്ടവും ഭാവമൊക്കെ. ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ലേ. പിന്നെ എന്റെ ഭാഗത്തു നിങ്ങൾക്ക് എപ്പോഴേലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? ഐ എം സോറി. നാട്ടിലേക്കുള്ള എൻ്റെ ഓപ്പൺ ഐറ്റിനറിയുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം. അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അടുത്ത ഡേറ്റിന് നീ എൻ്റെ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തോ. ഞാൻ തിരിച്ചു പോയിക്കോളാം. ഹലോ, ഇച്ചായൻ എവിടെ? ഞാൻ പുറത്താടാ. ആ പിന്നെ ശ്വേതക്ക് ചെറിയൊരു തലകറക്കം. അതുകൊണ്ട് ഞങ്ങളൊന്ന് ഡോക്ടറെ അടുത്ത് പോവാ. എന്തു പറ്റി? അങ്ങനെ പേടിക്കാനൊന്നുമില്ല ചായ. BP വല്ലതും ഷൂട്ടപ്പ് ചെയ്തായിരിക്കും. പിന്നെ അതുപോലെ ഇച്ചായൻ്റെ ടിക്കറ്റ് നാളത്തേക്ക് ഓക്കെ ആയിട്ടുണ്ട്. അതെൻ്റെ റൂമിലെ ടേബിൾ ഡ്രോയറിലുണ്ട്. ഞങ്ങൾ വരാൻ ചിലപ്പം വൈകും. അതുകൊണ്ട് ഇച്ചായൻ കഴിച്ചു കിടന്നു. ഞാൻ കിടക്കൊന്നുമില്ല. നീ ഡോക്ടറെ കണ്ടാലോടം വിളിക്കണം കേട്ടോ.